മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു ആര്യസ് ഡയറി. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കിടന്ന്. ഇപ്പോൾ സമയം ഏതാണ്ട് 4:30 ആയിട്ടേ ഉള്ളൂ. ഒരു 3:45 ആകുമ്പോൾ ഞാൻ അങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നില്ല. കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് ഒട്ടും ഉറക്കം വരാത്തതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എണീക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഒന്ന് ലാബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം എന്തായാലും വീട്ടിലേക്ക് സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ തെർമൽ വെയർ ഇട്ടിട്ട് അതിന് ഉറങ്ങിയതൊക്കെ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ബെഡ്മേൽ എണീറ്റിട്ട് പോകണോ വീണ്ടും തിരിച്ച് ബെഡ്മേൽ കിടക്കണോ, ആ ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളെ മൂഡൊക്കെ ഒന്ന് രാവിലെ തന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഏതൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. മോർണിംഗ് ഒരു 3:45 എണീറ്റുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഈ ഡേൻ്റെ ബിഗിനിങ് ഭയങ്കര മൂടി, ഭയങ്കര ടയർഡ്, സ്ലീപ്പി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്താണെന്നൊന്നും അറിയില്ല. വിൻഡോൻ്റെ കൂടി നോക്കി അറിയാം ഭയങ്കര ഇരുട്ട് കാര്യങ്ങളൊക്കെയാണ്. സൂര്യൻ വന്നിട്ട് പോലും ഇല്ല. നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷായി. പിന്നെ ബെഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തു. പിന്നെ മോർണിംഗ് അധികവും വിൻ്ററിൽ എന്താ പറയുക, ചൂടുവെള്ളം കുടിക്കാൻ നോക്കൂ. ഹണി ഇട്ടിട്ടോ ലെമൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിയ സീഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാക്സ് സീഡ്സാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ മാക്സിമം കുടിക്കാൻ നോക്കലുണ്ട്. കുക്ക് ചെയ്യാം. നമ്മൾ ലാബിന് പോകുമ്പോൾ നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എന്താ കഴിക്കുക വെച്ചാൽ ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഓൾ പർപ്പസ് ഫ്ലോർ കൊണ്ട് ദോശയും കടലക്കറി ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വ്ളോഗിലില്ലേ ഇതായിരുന്നു ഇടിയപ്പവും കടലക്കറിയും. എന്താ അറിയുമോ, വ്ളോഗ് എടുക്കുന്ന ദിവസം ഒരു കടലക്കറി ചാടി വരുന്നുണ്ട്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്ന നമ്മൾ മെയിനായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ പെട്ടെന്ന് കുക്ക് ചെയ്യുക. സമയം ഏതാണ്ട് 5:45. ഒരു 7:45 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് ഇപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കി പയ്യെ റെഡിയാകും. സാധാരണ ദിവസങ്ങളിൽ ഒരു ധൃതി പിടിച്ച് ഓടലായിരുന്നു. 7:30 എണീറ്റ് 8 മണിയിൽ ലാബിന്. സോ നമുക്ക് അത്യാവശ്യം ടൈം എടുത്ത് റെഡിയാവുകയൊക്കെ ചെയ്യാമല്ലോ. അതാണ്. നല്ല തണുപ്പുണ്ട്. സൂര്യൻ ഇത്രയും നേരമായിട്ട് വന്നില്ല. ഭയങ്കര ഇരുട്ടുണ്ട് ഇവിടെ. ലെറ്റ്സ് കുക്ക്. ഒരു പാട്ടൊക്കെ വെച്ച് നമ്മൾ വൈബാക്കി കുക്ക് ചെയ്യാം. ഞാൻ ഈജിപ്തിൽ നിന്ന് ഒരു മൺചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് കടലക്കറി മൺചട്ടിയിൽ ഉണ്ടാക്കാം. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് അത് സീസൺ ചെയ്തെടുക്കുന്നതെന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കി. ഒരു 3-4 ദിവസം മുന്നേ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് ഞാനത് സെറ്റാക്കി എടുത്തിട്ട്. പക്ഷെ ആദ്യമായിട്ട് കറി വെക്കാൻ പോകും. എനിക്കൊരു പേടി, ഇത് പൊട്ടിത്തെറിച്ചാലോ നോക്കാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മൾ ഫുഡ് റെഡി. ദോശയും കടലക്കറിയും പിന്നെ കോഫിയും. കോഫി എന്തിനാ വെച്ചാൽ നമുക്ക് കുറങ്ങാണ്ടിരിക്കണമല്ലോ, ലാബുണ്ടല്ലോ. സോ ഫുഡ് കഴിക്കട്ടെ. ഇപ്പം ചെറുതായിട്ട് വെളിച്ചമൊക്കെ വന്ന് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ഇതില്ലേ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റില്ലേ, അവർ പറഞ്ഞത് രാവിലെ 3 മണി തൊട്ട് 9 മണി വരെ ഇവിടെ ഭയങ്കര മിസ്റ്റ് ഫോഗിയൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പം അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. ആ ഒരു മൂഡിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ റെഡി ആവണം യൂണിവേഴ്സിറ്റി. മോർണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുറേ ടൈം ഉള്ളതുകൊണ്ട് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്ക് എന്താ പറയുക, നാട്ടിലത്തെ ഒരു 6 മണി 7 മണിയുടെ ഒരു വൈബാണ്. അപ്പോൾ രാവിലെ ലേറ്റായിട്ടാണ് സൂര്യൻ വരുന്നത്. വൈകുന്നേരം പുള്ളിക്കാരൻ നേരത്തെ പോവുകയും ചെയ്യുന്നത്. നമുക്കതുകൊണ്ടൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുക. കാരണം എന്താ വെച്ചാൽ രാവിലെ തണുപ്പുകൊണ്ട് എണീക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എണീക്കുന്നത് ഒരു 10-12 മണിക്കും. എണീറ്റൊന്ന് ഫ്രഷായി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് ഇരുടായി. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 3rd ഇയറിൻ്റെ ഫസ്റ്റ് സെം ഫൈനൽ എക്സാംസ് വരുന്നത് December 26-നാണ്. ഇന്ന് December 12 നമ്മൾ കാര്യമായിട്ട് ഇതുവരെ ഒന്നും പഠിക്കാനും തുടങ്ങിയില്ല. അപ്പോൾ ഇനി അതിൽ ഫോക്കസ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മളൊരു ഫ്രഷേഴ്സ് പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ വ്ളോഗ് ഇടാനുണ്ട്. മേ ബി അത് ഇട്ടതിന് ശരിക്കും ഇതിട്ട്. നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്താണെന്നറിയില്ല. ടൈം ഉണ്ട്, ബട്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടായിട്ടാണോ അങ്ങനെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ അലക്സാൻഡ്രിയ പോയ 2 വീഡിയോ പെൻഡിങ് ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു 3 വീഡിയോ പെൻഡിങ് ഉണ്ട്. ഫ്രഷേഴ്സോട് ഉൾപ്പെടെ 4 വീഡിയോ പെൻഡിങ് ഉണ്ട്.
ഇതൊക്കെ കൂടി ഞാൻ ഈ എക്സാമിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ടാലൊന്നും ഇങ്ങനെ ബോറടിക്കുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങും അതൊക്കെ ചെയ്യാമെന്ന്. സംഭവം കാര്യമായിട്ടുള്ള എഡിറ്റൊന്നുമില്ല, പക്ഷെ എങ്കിലും മടിയാണ് മെയിൻ. ഈ വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ ഷൂട്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, പക്ഷെ മടിയാണ് എഡിറ്റ് ചെയ്യാൻ. അതാണ് പ്രശ്നം. മൊമെൻറ്റിൽ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഈ കുറേ സ്റ്റുഡൻസ് ഈ ജോർജിയ, ഉസ്ബക്ക് അങ്ങനെ കുറേ സ്ഥലത്ത് പഠിക്കാൻ പോകുന്നില്ലേ, അവിടെയൊക്കെ സ്നോഫാളും കൂടി ഉണ്ട്. ഈ ഒരു തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്ക് ഫൈനൽസ് നടക്കുന്ന ടൈം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം ഒന്നാമത് തണുപ്പ്. സത്യം പറഞ്ഞാൽ ബുക്കിന് മുന്നിലിരിക്കും അതേപോലെ കിടന്നുറങ്ങിപ്പോയി. ഇതാണ് അവസ്ഥ. നമ്മൾ നാട്ടിലാണെങ്കിലും മഴയത്ത് പുതച്ച് കിടന്നുറങ്ങാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. സെയിം അവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് രാവിലെ ഭയങ്കര ലെങ്ത് ആയതിനോട്ട് ഫീലായി. എന്തായാലും 4:30 എന്തോ ഭാഗ്യത്തിന് എണീറ്റു. ഇനി അങ്ങനെ എണീറ്റാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി ആയിട്ടുള്ളൂ. 8 മണിയാകുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ ഒരു 15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം പ്രശ്നമില്ല. ഡ്രസ്സ് മാറ്റുക, അങ്ങനെയും ഇറങ്ങാം. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. കിച്ചൺ വൃത്തിയാക്കി ഫുഡ് ഫുള്ള് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ച് ഫുള്ള് കാര്യങ്ങൾ സെറ്റായി. എൻ്റെ അമ്മ ഈ വ്ളോഗ് കണ്ട് നിർവൃതി മറ്റേ ഇതില്ലേ ആനന്ദാശ്വറും ഒക്കെ വരുന്നുണ്ടാവും. പുള്ളിക്കാരിക്ക് പിന്നെ അതൊരു പുത്തരിയല്ല. ഞാൻ എങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ ഈ വീഡിയോ കണ്ട് ഞാൻ ഡെയിലി ഇങ്ങനെയാണെന്നൊന്നും ചിന്തിക്കരുത്. ഒരു വീക്കിലി 2-3 ടൈംസൊക്കെ ഉഴപ്പും. അല്ലാത്ത ദിവസം ഞാൻ മോസ്റ്റ്ലി ഇവിടുന്ന് കുക്ക് ചെയ്യൽ തന്നെയാണ്. പുറത്തെ ഭക്ഷണം എനിക്കിഷ്ടമില്ല, ഈ ബർഗർ പിസ്സ അങ്ങനത്തെ ഒന്നും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ ഞാൻ എൻ്റെ റൂംമേറ്റും കൂടി വീട് ഫുള്ള് വൃത്തിയാക്കി. അപ്പോൾ ഒന്ന് വ്ളോഗ് എടുക്കാനൊരു മൂഡായിരുന്നു. വൃത്തികേടെന്ന് പറയാനൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ അടിച്ച് വാരി തുടച്ച് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്താ നമുക്ക് റെഡി ആയിട്ട് പോവാം. ഇന്ന് കുറേ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ അറ്റൻഡൻസ് ഭയങ്കര സ്ട്രിക്റ്റാണ് 3rd ഇയർ, അതുകൊണ്ടാണ് സീന്. അല്ലെങ്കിൽ നമുക്ക് ലാബ് സ്കിപ്പാക്കിയിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചാലും പ്രശ്നം. ഇത് പഠിക്കാൻ വേണം, ലാബിനും പോകണം, നമ്മളെ ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കും കൂടി വരാൻ ഭയങ്കര ഹെക്റ്റിക് ആവുന്നുണ്ട്. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരില്ല. പോവുക, റെസ്റ്റോറൻറ്റ് പോവുക, കഴിക്കുക, അല്ലെങ്കിൽ തലഭാഗത്തിൽ ഓർഡർ ചെയ്യുക, വരുത്തുക. പക്ഷെ അതും നടക്കുന്നില്ല. നാലേക്കുമാണ് പ്രശ്നം. ഒരു മൂമെൻറ്റിൽ രാവിലെ ഉണ്ടിട്ടുള്ള കഞ്ഞി ചമ്മന്തി കഴിക്കണം എന്നുള്ളൊരു ഇതിന് ഭയങ്കര ഒരു ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഇന്നലെ പോയിട്ട് നമ്മളൊരു മിക്സി മേടിച്ച്. അപ്പാർട്ട്മെൻറ്റ് മാറിയതിന് ശേഷം മിക്സി കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു കംപ്ലീറ്റ് ഹൗസായി. മറ്റ് ഫിൽറ്റർ ഇല്ലായിരുന്നു, മിക്സി ഇല്ലായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ സെറ്റായി. ഇനി നമുക്കിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ട് പറ്റുകയാണെങ്കിൽ മറ്റേ കുഞ്ഞുമീനില്ല, അതുകൊണ്ട് മീൻ പീര വെച്ച് നോക്കാം. അപ്പം നമ്മൾ റെഡി ആയിട്ട് എന്തായാലും പോവാം. ബഹുലമായ സംഭാഷണത്തിന് ശേഷം ബോയ്. അപ്പം അങ്ങനെ റെഡിയായി നമ്മൾ യൂണിവേഴ്സിറ്റി പോവാം. ജാക്കറ്റൊന്നും എടുക്കുന്നില്ല, ഒരു ഹുഡിയാണ് ഇട്ടത്. തണുപ്പുണ്ടാവും, ബട്ട് നമ്മൾ സൈക്കിൾ ജാക്കറ്റ് ഇട്ട് യൂണിവേഴ്സിറ്റി പോയൊരു സുഖമില്ല. ജാക്കറ്റ് ഇടുമ്പോൾ ബാഗ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തൊപ്പി കയ്യിലെടുത്തിട്ടുണ്ട്. മറുപടി പോവാം. ഓക്കെ ബൈ. കാർഡ് കാണിക്കാണ്ട് യൂണിവേഴ്സിറ്റി കയറാൻ പറ്റൂലായിരുന്നു. ഇപ്പോഴത്തെ ബാഗ് ചെക്കിങ്ങും. നമ്മളെന്താ ബാഗിലല്ല മിസൈൽ ഇട്ടാൻ കൊണ്ടുവരുന്നു. യൂറിനറി ട്രാക്ട്. How was your micro lab? Very good. നല്ല സ്കിൽ ലാബ് അങ്ങോട്ടല്ലേ? ഇന്ന് ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ചെക്ക് ചെയ്ത് ലാലിമിന്റെ ചെക്ക് ചെയ്തു. അവനെ കണ്ടു ഒരു തീവ്രവാദി. സ്കൈ ഒക്കെ നല്ല രസമുണ്ട്. ഈ വ്ളോഗ് കാണുന്നവരിങ്ങനെ ക്യാമറ തല തിരിച്ചൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്തു, സ്കിൽ ലാബിൽ കാര്യങ്ങളിലൊക്കെ ഇരുന്ന് കുറേ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന്. അത് നമ്മളെ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ കോർട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലാബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗാർഡനിലേക്ക് വന്നു നോക്കി. അവിടെ ഇങ്ങനെ ഫോട്ടോസ് കാര്യങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, കുറേ ഫോട്ടോസ്. പിന്നെ അവരുണ്ടാക്കിയ ബീഡ്സ് കൊണ്ട് ഉണ്ടാക്കിയ ബാഗ് കാര്യങ്ങളൊക്കെ. ഇത് എന്തിൻ്റെ ഇതിലാണെന്നറിയില്ല, ബട്ട് നമ്മൾ കുറേ നോക്കിയിരുന്നു, അത്രയേ ഉള്ളൂ. നിനക്ക് ഹാഷിറിൻ്റെ അത്ര കഴിവുണ്ടോടാ? എന്താ ആൽസി ലീമോ ഫിഫയോ? ഫിഫ പൊമഗ്രാനേറ്റ് ആപ്പിൾ സോഫ്റ്റ് ഡ്രിങ്ക്സ്. കാലിലോടി ഗൈസ്. ബട്ട് ഇതിന് കാലില്ലല്ലോ. എന്റെ വീട്ടിലിടക്കുണ്ടാവായിരുന്നു ഇതൊക്കെ. ഇതാ കണ്ടോ, സൈനോ ഇഷ്ടോ പേരൊക്കെ പറഞ്ഞത്. പേരില്ല.
ആര് കാലിലോടിയായിരുന്നു? കാലിലോടി കാലിലോടി. ഒരു അലക്സാണ്ട്രിയ ചേച്ചി ഉണ്ട്. പിന്നെ ആരായിരുന്നു? നീ അലക്സാണ്ട്രിയയിൽ പോയി വെച്ച് നമ്മളിപ്പോ അമൻ സഹുവ പറഞ്ഞ കുട്ടിയുടെ പിന്നെ എല്ലാരും പോയി ഫോളോ ചെയ്യാം. അവളെ പോയത്തിന്റെ അവളെ കൊറേ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അപ്പൊ അനന്ത് നമുക്ക് പറഞ്ഞുതരാണ്. പറ. The moment my eye drifted to the corner, കണ്ണ് to the corner, I caught sight of those eyes, unwavering and intense. ഞാൻ ആ കണ്ണുകളെ പിടിച്ചു. ഐ കോട്ട് ദ സൈറ്റ്. അല്ല, ഞാൻ ആ കണ്ണുകളുടെ നോട്ടത്തെ പിടിച്ചു. അൺവേവറിങ് ആൻഡ് ഇന്റൻസ്. ഇന്റൻസിനെ പറയാൻ അറിഞ്ഞൂടാ. ഓക്കെ, അതെ. പിന്നെ വാട്ട് കുഡ് ഡ്രോ സച്ച് ഫോക്കസ്? എന്തിനാ ഫോക്കസ് വരയ്ക്കാൻ പറ്റും? പെൻസിൽ ബിന്ദുവിലേക്ക് ഫോക്കസ്. ഇറ്റ് സീംസ് എ സ്ട്രഗിൾ ടു എസ്കേപ്പ് ദർ ഹോൾഡ്. ഇത് വായിക്കൽ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു സത്യമായിട്ട്. ഇനി ഇതിന്റെ മൊത്തം പാരഗ്രാഫിനെ മലയാളം പറ. എല്ലാവരും പോയി ഫോളോ ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക, സ്വന്തമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ഡിക്ഷണറി എടുത്ത് വെക്കുക. ലൈഫ് ഇസ് എ സിംഫണി. ഈ കൊച്ചിന്റെ ചില്ലറ കാവ്യാത്മക പോയറ്റിക് സ്കിൽസ് കഴിവേ ഏറിയ കഴിവാ. ഇപ്പൊ അവനൊരു സംഭവബഹുലമായ ഒരു സംഭവമാണ് നടന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 9 months pregnant. Guys, this is a PG student in Cairo University. Named Rachikesh. This kind of comedy, especially Ashish. He's from Tamil Nadu. എന്താ ക്ലൈമറ്റ് ചേഞ്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? വർക്ക്ഷോപ്പ്. എന്താ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്? ഒന്നുമില്ല, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ക്യാമ്പസിൽ കൊണ്ടുവരിക. പുല്ലൊക്കെ പറിക്കണം അവിടുത്തെ? പുല്ലൊന്നും പറിക്കണ്ട, പുല്ല് വെച്ച് പിടിപ്പിക്കുക. ഓഫീസിൽ വരെ പുല്ലൊക്കെ പിടിപ്പിച്ച് പച്ചപ്പുള്ള അതാണ് പറഞ്ഞത്. അല്ല, നമ്മള് വർക്ക്ഷോപ്പ് എക്കോ ഫ്രണ്ട്ലി ആവാൻ പോവാടാ ക്യാമ്പസ്. ക്യാമ്പസ് അല്ല, ഹോസ്പിറ്റൽ എക്കോ ഫ്രണ്ട്ലി ആക്കണം എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ്, നിർദ്ദേശം. അതിനാണത്. ബ്രോ, ദാറ്റ് ഈസ് ആർട്ട് എക്സിബിഷൻ. Exhibition related to this subject, climate change. 2023 ആയിരുന്നു ഹോട്ടസ്റ്റ് ഇയർ. അല്ല, 2023 ആയിരുന്നു ഹോട്ടസ്റ്റ് ഇയർ. അറിഞ്ഞോ? എനിക്കും തോന്നി, ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് വിയർത്തു. ലോകവിവരം വേണം. ആലും എന്താണ് എക്കോ ഫ്രണ്ട്ലി ആക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ സാധനം. കുപ്പിയൊക്കെ കളയണം. ഐഫോൺ ഉപയോഗിക്കാം. സാന്ദ്ര പറയുന്ന വെച്ചാൽ ഇത് ഞാൻ ഇവിടുന്ന് അതിനകത്തേക്ക് ഇട്ട ഈ വാച്ച് നമുക്ക് വാച്ച് കാണിച്ച് ഈ വാച്ച് എനിക്ക് സ്വന്തമായിട്ട് തരും എന്നാണ് പറയുന്നത്. അതെ, വീണിലേക്ക് കട്ട് ചെയ്യണേ. യൂണിവേഴ്സ് വരെ നിനക്കെതിരാണല്ലോ ആലിമേ. യൂണിവേഴ്സ് വരെ നിനക്ക് എതിരാണല്ലോ. അയാൾ വന്ന് ഓടിപ്പിടിക്കണോ? അത് റെഡി. എടാ എത്തൂലടാ. കുരിശൊന്നുമില്ല, പ്രാർത്ഥിക്കണ്ട. ഒന്ന് പെട്ടെന്ന് ഇടുവോ? വാച്ച് സ്വന്തമായിട്ട് കിട്ടി. എന്താ മനസ്സിലായ? അതുകൊണ്ട് ഉപ്പാന്റെ പേരാ. എന്താ സാധനം? പാമ്പിനെ പോലെ ആറ്റുണ്ട് ഇത് കണ്ടിട്ട്. ഇത് ശരിക്കും പാമ്പ്. ഇതാണ് നീ പറഞ്ഞ മറ്റേ ഷീപ്പിന്റെ എന്തുട്ടാ, ഇതാണ് ആ സാധനം.
ഗൈസ് നമ്മളൊരു ജ്യൂസ് വെറൈറ്റി ട്രൈ ചെയ്ത് അസബ് മീൻസ് എന്താ പറയുക കരിമ്പ് ഷുഗർ കെയിന് പിന്നെ ക്യാരറ്റും ഓറഞ്ചും അല്ലേ ഓറഞ്ച് കൂടെ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് കാണിച്ച് കുറച്ച് കളർ കാണിച്ച് നമ്മൾ കുടിച്ച് തീർത്തു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഫ്രഷ് ജ്യൂസ് കട ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് നാട്ടിലൊരു ഗ്ലാസ് അസബ് കരിക്കിന് എത്രയാണ് കരിക്കല്ലല്ലോ കരിമ്പല്ലേ സോറി കരിമ്പിന് എത്രയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കുടിക്കല്ല നമ്മളങ്ങനെ വീട്ടിലെത്തി ഞാൻ ഒരു ട്രൈപോഡ് മേടിച്ച് പ്ലാൻഡ് അല്ലായിരുന്നു ബട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് കണ്ടപ്പോൾ മേടിച്ചു റിംഗ് ലൈറ്റൊക്കെ ഉണ്ട് പക്ഷെ അതെങ്ങനെ വർക്ക് ചെയ്യാനൊന്നും അറിയൂല നമ്മൾ എന്തായാലും ഫിറ്റ് ചെയ്ത് നോക്കാം സോ ഗൈസ് നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പുതിയ ട്രൈപോഡിലാണ് ഓക്കെ എത്ര ഹൈറ്റ് വേണ്ടല്ലോ ഈ ഒരു ഹൈറ്റ് യെസ് നാട്ടിലൊക്കെ അല്ലേ ടിക്ടോക്ക് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ടൈമിൽ ഞാൻ കുറെ ആഗ്രഹിച്ചായിരുന്നു ഈ സാധനം ഈ റിംഗ് ലൈറ്റിന്റെ ആംബിയൻസ് പക്ഷെ റിംഗ് ലൈറ്റിന്റെ സാധനം കുത്തുന്ന കേബിൾ എൻ്റെ ഇല്ല കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഈ ടൈപ്പ് ഇതെൻ്റെ ഇല്ല സോ അത് മേടിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റും പക്ഷെ ഇപ്പോൾ ലൈറ്റിനോട് കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല സോ നമുക്ക് എന്തായാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ട്രൈപ്പോഡൊക്കെ കിട്ടി സന്തോഷത്തിനുള്ള വൃത്തി കുക്ക് ചെയ്യാം സമയം ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പോയി വന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി കുറച്ച് 10-15 മിനിറ്റ് ഉറങ്ങിയുള്ളൂ നല്ല വിശപ്പുണ്ട് രാവിലെ കഴിച്ചതേ ഉള്ളൂ സോ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം നമ്മൾ ചോറും മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ഈജിപ്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് ഒരു 3 വർഷം ഈ മീൻ പീര പറഞ്ഞ സാധനം കഴിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര തണുക്കുന്നുണ്ട് വിറയ്ക്കുന്നു ഞാൻ നന്നായിട്ട് സോ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം ആദ്യം നമുക്ക് എന്തായാലും ചോറ് വെക്കാം പിന്നെ ആ ടൈമോട് നമുക്ക് ഫിഷ് പീര ഉണ്ടാക്കാമല്ലോ മീൻ പീര ഓക്കെ നമുക്കിനി മീൻ പീരൻ്റെ റെസിപ്പി ഒന്ന് കേട്ടാലോ കുറേ പേർക്ക് ഈ സാധനത്തിൻ്റെ പേര് പറയുമ്പോൾ കുറേ പേർക്ക് അറിയില്ല ഞാൻ തന്നെ കോട്ടയത്ത് പോയപ്പോഴാണ് പഠിച്ചത് എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം തേങ്ങയും പിന്നെ സവോളയും കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ജീരകവും എല്ലാം കൂടി എന്ത് ചെയ്യുക മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് പുളിയുടെ വെള്ളോടി പിഴിഞ്ഞിട്ട് കുഞ്ഞു മീൻ എന്ത് ചെയ്യുക എല്ലാം കൂടി കൈ കൊണ്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് 15-10 മിനിറ്റ് എന്ത് ചെയ്യുക അടച്ച് വെച്ച് വേവിക്കുക ഇത്ര പണിയുള്ള സാധനം ഉണ്ടാക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ അടിപൊളിയായിരിക്കും ബട്ട് നമ്മളിലില്ലല്ലോ ചോറ് ഏതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി പിന്നെ അതും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പരിസരം ഒന്ന് ക്ലീൻ ആക്കാം ഗൈസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ഏതാണ്ട് ഒരു 3 ഇയറായി ഞാൻ ഈ സാധനം കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടും സോ നമുക്ക് എന്തായാലും നോക്കാം എൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഓവറാക്കി ചളാക്കല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണിന്ന് വെള്ളം വന്നു കാരണം അത്രക്കും എന്തോ അടിപൊളിയായിരുന്നു അത് ഗൈസ് ഇത് ഓയിൽ ഫ്രീ ആണ് ഐ മീൻ ഞാൻ കോക്കനട്ട് ഓയിലോ കുക്കിംഗ് ഓയിലോ ഒരു ഓയിൽ ഇതിൽ യൂസ് ചെയ്തില്ല അപ്പോൾ ഹെൽത്തി അല്ലേ യെസ് കോക്കനട്ട് ഓയിൽ ഇവിടെ കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഉണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആവും ഒരു ലിറ്ററിന് നാട്ടിലത്തെ 200 രൂപ വരും അത്ര കൊടുത്തൊന്ന് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാണ്ട് ഇതെനിക്കില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കുഞ്ഞമ്മീനില്ലേ മറ്റേ നെത്തലില്ലേ നെത്തോലി കുഞ്ഞമത്തി എന്തൊക്കെ വരും അറിയും അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് ആൻഡ് ഈ റെസിപ്പി ഞാൻ പഠിച്ചതില്ല കോട്ടയത്ത് റിപ്പീറ്റിന് ബ്രില്യൻറ്റിൽ നിന്ന ടൈമിൽ നമ്മളെ ഹോസ്റ്റലത്തെ ആൻറ്റീൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അങ്ങനെ പുള്ളിക്കാരിനോട് ഞാൻ റെസിപ്പി ചോദിച്ച് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കേൾക്കുന്നത് എൻ്റെ വീട്ടിലൊന്നും മീൻ പീര വേറെ സാധനം ഉണ്ടാക്കില്ലായിരുന്നു ഇത് ഞാൻ വെക്കേഷന് എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആൻഡ് ഇപ്പോഴാണ് പിന്നെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമില്ലാണ്ട് ഒരു 4:30 ആയിട്ട് നല്ല ചോറ് കുറച്ചധികം കഴിക്കാം രാവിലത്തെ കടലക്കറി കുറച്ചെടുക്കാം നല്ല ചൂട് ചോറിലേക്ക് ഇതാ
കുറച്ച് മീൻപീര എടുക്കുക, കുറച്ച് കടല എടുക്കുക, കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. 2-3 വട്ടം എടുത്ത് കഴിച്ച്. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് ഇത്രയും നേരം അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. നാളെ ഇപ്പോൾ എന്താ ഡിസംബർ 13 പിന്നെ അത് ചാർമിനാർ യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ അതിന് നമ്മൾ സാരി ഇട്ടാണ് പോകുന്നത്. സോ അതിന് സാരി ഇങ്ങനെ അമ്മേനോട് ഏതായിട്ടാന്ന് വെച്ചപ്പോൾ എന്നെയും കൂടി ഈ അമ്മ കൺഫ്യൂഷൻ ആക്കി. അതപ്പോൾ ഉണ്ടായത്. അങ്ങനെ നമ്മളത് ഫിക്സ് ചെയ്ത് ഇനി അത് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെക്കണം. എന്തായാലും കുറച്ച് പണിയുണ്ട്. സിൽക്കിൻ്റെ സാരിയല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് സാരിയൊക്കെ പ്ലേറ്റ്സ് ഇട്ട് വെച്ച് പിന്നെ ഒരു 2-3 മണിക്കൂർ നല്ല വൃത്തിക്ക് ഉറങ്ങി കുളിച്ച് വന്നതാണ്. ഇപ്പം ഇനി ലൈറ്റായിട്ട് കുറച്ച് ചോറ് കഴിക്കണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാതിരിക്കണം. എക്സാം ആണല്ലോ, അങ്ങനെ അങ്ങ് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.